നമസ്കാരം. ഇൻഷുറൻസ് ഫാക്സ് LICയിലേക്ക് സ്വാഗതം. നിക്ഷേപകൻ നല്ല നിക്ഷേപങ്ങൾ ചെയ്ത് നിരന്തരമായി ലാഭം കൊയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം അതൊരു കലയായി എടുത്തിരിക്കുന്നു, അങ്ങനെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ നിക്ഷേപ മാർഗ്ഗങ്ങൾ പലതുണ്ട്, നമുക്കറിയാം. ഇപ്പം ചിലർ മ്യൂച്വൽ ഫണ്ടിലാണ് ഈ ആസ്വാദനക്ഷമത കണ്ടെത്തുക. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരത് ഇഷ്ടപ്പെടുന്നു, അവരതിൽ വിജയിക്കുന്നു. ചിലർക്ക് മ്യൂച്വൽ ഫണ്ടിൽ അധിഷ്ഠിതമായ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസിനോടായിരിക്കും താല്പര്യം. അവർ അത് ആവശ്യം പോലെ നിക്ഷേപിച്ച് അതിൽ നിന്ന് വിജയം കൊയ്യുന്നു, അതിൽ നിന്ന് സമ്പാദ്യം നേടുന്നു, അതിൽ അവർ സംതൃപ്തരാണ്. ഒരു കലയായി അവർ അതിനെ ആസ്വദിക്കുന്നു. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലും ചിട്ടിയിലും ബാങ്കിൻ്റെ FDയിലും ഒക്കെ പൈസ നിക്ഷേപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആസ്വദിച്ച് മുന്നേറുന്ന ധാരാളം പേരുണ്ട്. അതിലവർ സംതൃപ്തരാണ്. അവർ അതൊരു കലയായി കാണുന്നു, അത് ആസ്വദിക്കുന്നു. അതാണ് അതിൻ്റെ പിന്നിലുള്ള സത്യം. അപ്പോൾ നമ്മുടെ സ്വതന്ത്ര രാഷ്ട്രമാണ്, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നിക്ഷേപ പദ്ധതികൾ തിരഞ്ഞെടുത്ത് മുന്നേറാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണുള്ളത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കറിയാം, ഈ വട്ടിപ്പലിശയ്ക്ക് ചന്തകളിലും മറ്റും അതിരാവിലെ ചെന്ന് പൈസ കൊടുത്ത് അത് വൈകിട്ടോ ഉച്ചതിരിഞ്ഞോ അതല്ലെങ്കിൽ പിറ്റേന്നോ അത് തിരിച്ച് കൈപ്പറ്റി കുറച്ച് ലാഭം കൊയ്ത് അങ്ങനെ ആ പലിശയിലൂടെ അതൊരു ആസ്വാദനക്ഷമത കണ്ടെത്തി മുന്നേറുന്ന ഒരുപാട് കൂടപ്പിറപ്പുകൾ നമുക്കുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് അവർ ആസ്വദിക്കുന്ന ഒരു മേഖലയാണ്. അതിലുള്ള വെല്ലുവിളികളും അതിലുള്ള പ്രതിബന്ധങ്ങളും തരണം ചെയ്യാനും അതിൽ നിന്ന് ലാഭം കൊയ്യാനും അവർ തയ്യാറാണ്. അവരതൊരു കലയെ ആസ്വദിക്കുന്നു. അപ്പോൾ അങ്ങനെ പല മേഖലകളിൽ വിജയം കൊയ്യുന്നവരുണ്ട്. നമ്മൾ പറയാറുണ്ട്, ചിലരാണെങ്കിൽ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അത് വിറ്റ് കാശാക്കി ജീവിക്കുന്നു. മറ്റു ചിലരാകട്ടെ കടലിനുള്ളിലേക്ക് പോയി, ആഴക്കടലിലേക്ക് പോയി വള്ളം തുഴഞ്ഞ് ചെന്ന് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ആവോളം മത്സ്യബന്ധനം നടത്തി തിരിച്ച് കരയിൽ വന്ന് വിറ്റ് ലാഭമുണ്ടാക്കുന്നു. അങ്ങനെ പലവിധ മാർഗങ്ങളിൽ നമ്മൾ ഏർപ്പെടാറുണ്ട്. ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും അതിനെ ഒരു കലയായി ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, ആസ്വാദനക്ഷമത നമുക്കുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി മറ്റു ചിലരുണ്ട്, എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത്. അത് വലിയൊരു റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞാൽ മാത്രം മതി, അതിന് പിന്നാലെ പോകും. അതിൻ്റെ വിശ്വസനീയതയോ ഒന്നും പരീക്ഷിക്കാതെ തന്നെ പിന്നാലെ പോയി ചില സ്ഥലങ്ങളിൽ വിജയിക്കും, അവരത് ആസ്വദിച്ചു തുടങ്ങും. മറ്റ് ചില സ്ഥലങ്ങളിൽ ചിത്രശലഭം ചെന്ന് ഈയാമ്പാറ്റ ചെന്ന് അഗ്നിനാളത്തിൽ വീഴുന്നത് പോലെ വളരെ ദുഃഖകരമായ അവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് LICയുടെ ഒരു പദ്ധതിയാണ്. ഇത് എൻ്റെ ഒരു സുഹൃത്ത്, അത് യങ് കപ്പിൾ, ഭർത്താവിന് 35 വയസ്സാണ്, വൈഫിന് 31 വയസ്സ് തികയാൻ പോകുന്നു, 30 വയസ്സാണ്. അപ്പോൾ അവരുടെ കുഞ്ഞ് 1 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞാണ് അവർക്കുള്ളത്. ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരു നിക്ഷേപം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്തത് യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനാണ്. കാരണം ഒരു നല്ലൊരു റിട്ടേൺ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ കിട്ടട്ടെ എന്ന് കരുതി അങ്ങനെ പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞു, അങ്ങനെ ഒരു സുനിശ്ചിതമല്ലാത്ത ഒരു വരുമാനത്തെക്കുറിച്ച് തൽക്കാലം പറയണ്ട, അവർക്ക് താല്പര്യമില്ല, അത് പിന്നാലെ ആകാം. ബട്ട് ഇപ്പോൾ അവർക്ക് വേണ്ടത് കൃത്യമായി ഇത്ര കിട്ടുമെന്ന് ഉറപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പോളിസി ഡോക്യുമെൻറ്റിൽ മാർക്ക് ചെയ്ത് തരാൻ പറ്റുന്ന എന്നാൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ LICയുടെ ഏറ്റവും പുതിയ ഒരു ചൈൽഡ് പ്ലാൻ അവതരിപ്പിച്ചത്. അതിൽ ഇങ്ങനെയാണ്: 1 വർഷം അടച്ചിട്ട് വേണമെങ്കിൽ 18ാമത്തെ വയസ്സിൽ കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കാം. ഒറ്റ പ്രാവശ്യം 1 വർഷം 1 പ്രാവശ്യം പ്രീമിയം അടച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് സ്വസ്ഥമായിരിക്കാം. പിന്നെ പ്രീമിയത്തെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. 18ാമത്തെ വയസ്സിൽ കുഞ്ഞിന്, അതായത് 17 വർഷങ്ങൾ കഴിയുമ്പോൾ, 1 വയസ്സായ കുഞ്ഞിന് 17 വർഷങ്ങൾ കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് ഗ്യാരൻറ്റി, 100% ഗ്യാരൻറ്റിയായിട്ട് കിട്ടുന്ന പ്ലാൻ അതുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് ഇതേ പ്ലാൻ തന്നെ 5 വർഷം അടയ്ക്കാം, അതല്ലെങ്കിൽ 6 വർഷം ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടയ്ക്കാം. പ്രതിമാസമോ ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഒക്കെ ആയിട്ട് അടയ്ക്കാം. അതുമല്ലെങ്കിൽ അവർക്ക് ചെയ്യാവുന്നത് 7 വർഷം, പരമാവധി 7 വർഷം വരെ ഈ ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഇത് അടയ്ക്കാവുന്നതാണ്. അപ്പം 1 വർഷം അല്ലെങ്കിൽ 5 വർഷം, 6 വർഷം, 7 വർഷം, ഇത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ എന്തായാലും എൻ്റെ സുഹൃത്തുക്കൾ തിരഞ്ഞെടുത്തത് 6 വർഷമാണ്. അത് 250 കോടി രൂപ, അതായത് 50 ലക്ഷം രൂപയെങ്കിലും കുഞ്ഞിന് 18 വയസ്സാകുമ്പോൾ കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിന് ഒറ്റ തവണ അവർ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു 20 ലക്ഷം രൂപ അടയ്ക്കണം. 20,90,000 രൂപ അടയ്ക്കുക, ഫർഗറ്റ് ഇറ്റ്. പിന്നെ 17 വർഷം കാത്തിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. LICയുടെ ആണ്, അതുകൊണ്ട് ഇൻഷുറൻസ് കവറേജ് സ്വാഭാവികമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 17 വർഷം കഴിഞ്ഞ് 18ാമത്തെ വയസ്സിൽ കുട്ടിക്ക് ലഭിക്കുന്ന
കണിശമായ തുക എന്ന് പറയുന്നത് 54,28,000 രൂപയാണ്. അപ്പോൾ അവരുടെ 50 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഗ്യാരണ്ടിയായി. 250 കോടി രൂപ കുഞ്ഞിനുണ്ടാക്കണം എന്ന് പറയുന്ന ആ സ്വപ്നം ഗ്യാരണ്ടീഡായി. 20 lakhs ഇപ്പം ആദ്യം അടയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് ഈ 20 ലക്ഷം സമാഹരിക്കാൻ ഇപ്പോൾ കയ്യിലില്ലാത്തത് കൊണ്ട് അവർ തീരുമാനിച്ചത് 6 വർഷം അടയ്ക്കാവുന്നതാണ്. ഇനി അവർ 5 വർഷമാണ് അടച്ചിരുന്നതെങ്കിലോ പ്രതിവർഷം 5,14,000 രൂപ അടയ്ക്കുക. അവർക്ക് കൃത്യമായി 54,28,000 രൂപ 18ാമത്തെ വയസ്സിൽ ലഭിക്കുന്നതാണ്. അവർ 6 വർഷം, ഇപ്പോൾ അവർ തിരഞ്ഞെടുത്ത അതാണ്, 6 വർഷമാണ് അടയ്ക്കുന്നത്. പ്രതിവർഷം 4,36,000 രൂപയാണ് അവർ അടയ്ക്കുന്നത്. അവർക്ക് കൃത്യമായി 54,28,000 രൂപ കുട്ടിയുടെ 18ാമത്തെ വയസ്സിൽ, അതായത് ഇന്നേക്ക് 17 വർഷം കഴിയുമ്പോൾ കിട്ടും. ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടി. അവർക്കതാണ് ആവശ്യം. അതല്ല, അവർക്ക് വേണമെങ്കിൽ 7 വർഷം അടയ്ക്കുന്നത് തിരഞ്ഞെടുക്കാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ 1 വർഷം അടയ്ക്കേണ്ടത് 3,80,000 രൂപയാണ്. അങ്ങനെ അടച്ചിരുന്നെങ്കിലും 54,28,000 രൂപ കുട്ടിയുടെ 18ാമത്തെ വയസ്സിൽ ഉറപ്പായി നിശ്ചയമായി കിട്ടുമായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാനുകളുമുണ്ട്. അതായത് നമുക്ക് നിക്ഷേപം നടത്തുന്നതിന് ധാരാളം സ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യമാണിത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നിക്ഷേപങ്ങൾ ചെയ്യാം. അതിൽ സുനിശ്ചിതമായ കാര്യങ്ങളാണ് നമുക്ക് താല്പര്യമെങ്കിൽ അതിന് ഏറ്റവും ഉതകുന്ന ഒരു ചൈൽഡ് പ്ലാനാണ് LICയുടെ ഏറ്റവും പുതിയ അമൃത് ബാൽ എന്ന് പറയുന്ന പ്ലാൻ. ആ പ്ലാനിൽ 1 വർഷമോ 5 വർഷമോ 6 വർഷമോ 7 വർഷമോ അടയ്ക്കാം. പക്ഷേ കിട്ടുന്നത് 18ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു മൈൽ സ്റ്റോൺ ഏജ് തീരുമാനിച്ച ആ ഏജിലോ കിട്ടുന്നത് 100%, 100% സുനിശ്ചിതമായ തുകയാണ്. അപ്പോൾ അനിശ്ചിതത്വം അല്ല, സുനിശ്ചിതമായ വരുമാനം തിരിച്ചു കിട്ടുന്ന തുകയാണ് ആവശ്യമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്ലാനാണ് LICയുടെ അമൃത് ബാൽ. നമസ്തേ, നന്ദി.